ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കളിക്കാൻ പോണ ബേബി ഇൻ യെല്ലോൻ്റെ പാർട്ട് 3 ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ലിഫ്റ്റിലോട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പാവയൊക്കെ സംതിങ് വെയിറ്റിംഗ് ഒക്കെ എന്ന് പറയുന്നത്. എന്താ ഒരു ബേബീൻ്റെ വീട്ടിലാണ് പൊട്ട പാട്ട് കിട്ടുന്നെങ്കിൽ നിർത്തട്ട്. ഇതൊന്നും അടുക്കളയും കിച്ചനും മാറി. ഇവിടെ കിച്ചൺ അല്ലായിരുന്നു, അല്ല അടുക്കളയായിരുന്നില്ലേ, അല്ല ബാത്റൂം അല്ലായിരുന്നാ? എന്തെങ്കിലും ബോട്ടിൽ ഓഫ് മിൽക്ക് കൊടുക്കും. പൂപ്പിട്ട് നമുക്ക് പോയി നാപ്പി കൊടുക്കാം. ഇവിടെ നിന്ന് അനങ്ങിപ്പോവില്ല, അനങ്ങാൻ എന്നെ പിടിച്ച് ബാത്റൂമിൽ ഫ്ലഷ് അടിക്കും, ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് അടിക്കും. നോക്കട്ടെ. ഓ വീണ്ടും അവന് ബോട്ടിൽ ഓഫ് മിൽക്ക് വേണം. അയ്യേ, വീണ്ടും റിവേഴ്സായ. ഞാൻ കൊടുക്കൂല, എനിക്ക് വയ്യ. ഈ താക്കോൽ മാർക്ക് എന്തൊരു കഷ്ടോടെ. താക്കോല് താക്കോല് തപ്പി തപ്പി ഞാൻ ഊപ്പാട് വന്നു. എന്തോന്ന് കഷ്ടം. ബേബീൻ്റെ റൂമിൽ ലോക്ക്. ഇതൊന്നും ലിഫ്റ്റൊക്കെ ഓപ്പൺ ആയ കയറി നോക്കാം. വേറെ ഏതെങ്കിലും കാട്ടിലായാലാ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കുന്നു ലിഫ്റ്റിൽ. കീ ബ്രോക്കൺ. നമുക്ക് തിരിച്ചു പോകാം. വേണ്ട, ഉള്ള കീയും പോയി കിട്ടി. ബേബീന് ഇവിടെ കൂടെ മനുഷ്യ ബനക്കിടമ്പോൾ ട്രെയിൻ ഒട്ടി കളിക്കുന്ന. ട്രെയിൻ ഒട്ടി ആരും കൂടെ ട്രെയിൻ ഒട്ടിക്കല്ലേ. ട്രെയിൻ ഒട്ടിച്ച് കളിക്കുന്നു. നമുക്ക് തുറക്കാം. പേടിച്ചു പോയി. ഇനി നമുക്ക് പഴയതുപോലെ ആവാം. അപ്പം നമുക്ക് ആ കൊലിട്ട പോലെ സെറ്റ്. നമുക്ക് താക്കോല് പോയി തുറക്കാം. അവിടെ അല്ലേ നങ്ങോളമ്പിന്. സെറ്റ്. തുറക്കൂ. ലോക്കായാളെ. മനുഷ്യനെ കൊല്ലാൻ കൊടുക്കുകയാണ് ഗായ്സ് ഇവൻ. ഞാൻ മുകളിൽ പോട്ടെ. സെറ്റ്. നമുക്ക് തുറക്കാം. ഇതെന്തുവാ? ബേബി ബെഡിൽ കിടത്താൻ ബേബി ടയേർഡാണെന്നാ. അയ്യേ, നമ്മളല്ലേ ടയേർഡ് ആവേണ്ടത്? നമ്മളല്ലേ ഇപ്പം ഇത്രയും വട്ടം കറക്കിയത്? ഇത്തിരി കൂടുതലാണ്. ഞാനും വല്ലായിരുന്നെങ്കിൽ ഇവൻ്റെ ചന്തി അടിച്ച് പൊട്ടിക്കുമായിരുന്നു. നമുക്ക് വെഡി കിടത്താം. ഞാൻ ഭയങ്കര ടയർഡാണെന്ന് പോലും. വീണ്ടും വെഡി കിടത്താനായേ. എന്തുവാടെ ലോക്ക്. ഇതൊന്നു പോയി.
പിശാച് കിടക്കടാ തുറക്കാം. ആ വിട്ട് വീണ്ടും ടേക്ക് ബേബി ടു ബെഡാ പോടെ. ബേബീനെ എടുക്കരുതെന്നാണ് കൊടുത്തിരിക്കുന്ന. നമുക്ക് നേരെ വിട്ടുപോകാം. കണ്ട ബെഡ് തന്നെ പറയുന്നിരുന്നു ബേബീനെ കിടത്തരുതെന്ന്. വേണ്ടാന്ന്. ടി വി അയ്യോ ടി വിനെ നോക്കാൻ പാടില്ല. ഓ ടി വി മൊത്തം ടി വി ആണല്ലേ. ആ ടി വിന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഇതെന്തുവാ പെട്ടല്ലോ. ഓ പെട്ട്. ഇതെന്തുവാ ഇങ്ങനെ തന്നെ. ഞാൻ പറന്നു പോണം. അതെന്തുവാ. അയ്യോ ഞാനേതോ പൊട്ടക്കാട്ടി പെട്ടു. എന്തെന്തുവാ ആ പെട്ട്. ഇതെന്തുവാ വന്ന വഴി വരുന്നാട്. ആ പെട്ട്. എന്തോ ഞാനൊരു സംഭവ സ്ഥലത്തെത്തി. ഇത് വൈറ്റ് റാബിറ്റും പിന്നെ ബേബിയും. ബേബിയല്ല അത് കാട്ടുപോത്താണ്. കുള്ളമണ്ണി ഏത് സ്ഥലത്തും ഭയങ്കര പാടില്ല കണ്ടുപിടിക്കാൻ. വട്ടം കറങ്ങുന്നതായിരുന്നു. ഒരു കണ്ണുമല്ല നമ്മ. ഇതെന്തുവാ നീങ്ങാൻ പറ്റുന്നില്ല. ഇതെന്തുവാ പേടിച്ചു. പഞ്ഞ കാട്ട് പോത്തെ ഇങ്ങനെ ചമ്മന്തിയൊക്കെ പിടിച്ച് നോക്കുന്നു. നമുക്ക് ഇവനെ പിടിച്ച് കട്ടില് കൊണ്ടുപോയിട്ട് ഇവനെ ബെഡ് ഇട്ടൂടാ. ഓ എനിക്കൊന്ന് ഇവനെ പിടിച്ച് എവിടെയെങ്കിലും കുഴിയിൽ കൊണ്ടിടാനാണ്. വൈറ്റ് റാബിറ്റ് ഇവിടെ നിൽക്കുന്നത്. എനിക്കൊന്ന് ഇവനെ പിടിച്ച് ഇവിടെ ഇടാനായിരിക്കും. എന്നിട്ട് വൈറ്റ് റാബിറ്റ് കേൾക്കൂല, ഓടിക്കളയും. എന്നിട്ട് എൻ്റെ തലയിലാവും. അതെന്തോ ഓ ബേബി പാലം പണിഞ്ഞിട്ട് വേഗം. ഉണ്ടവര താണ്ടേ. ഇങ്ങോട്ട് അയ്യോ വേഗം വേഗം. അയ്യോ അയ്യോ വേഗം 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 പോ. അയ്യോ ട്രയാങ്കിളിൻ്റെ നോക്കട്. അയ്യോ ശാപം.
ട്രയാങ്കിള് ട്രയാങ്കിൾ ഇല്ല, അത് കുട പോലത്തുണ്ട്. കുട 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 അയ്യോ. അയ്യോ ഏത് ഇത്? ആ രക്ഷപ്പെട്ട്. റാബിറ്റേ എന്നെ രക്ഷിക്കൂ. ജസ്റ്റ് മിസ്സിലായിരുന്നു രക്ഷപ്പെട്ട. നമുക്ക് ഈ വെൻ്റ് വഴി പോവാം. ഇനി ഏത് ശബക്കുഴി പോവാന്ന് ഈ വഴിയൊന്നും കാണാൻ വയ്യേ. ആ ഓ ഇതെന്തോ വേഗം വേഗം. എസ്കേപ്പായി. ഇതാണ് ലിറ്റിൽ റാബിറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞു, റാബിറ്റിൻ്റെ കഴിഞ്ഞു.